ഇടയ്ക്ക് ഞാൻ എൻ്റെ യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണാൻ പോയി. ഇതൊക്കെ ആയി നോക്കാൻ പോയി. പിന്നെ ഞാൻ കയറി നോക്കി സബ്സ്ക്രൈബേഴ്സൊക്കെ എത്ര ഉണ്ടെന്ന്. എനിക്ക് മൊത്തത്തിൽ 7 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു 10 പോലും സബ്സ്ക്രൈബ് എനിക്കില്ല. ഞാൻ ഈ ഇടയ്ക്ക് ഇതേ രീതി പറഞ്ഞിരുന്നു. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനെങ്കിലും 3 ഷെയർ ഉണ്ട്. ലൈക്കൊക്കെ പിന്നെ ഒത്തിരി ഉണ്ട്. പിന്നെ വ്യൂ ഒത്തിരി ഉണ്ട്. 1000 കൂടുതൽ വ്യൂ ഉണ്ട്. എന്നിട്ട് എന്തുവാ അതേ രീതിയിൽ ലൈക്ക് തന്നാൽ എന്തെങ്കിലും ഉപകാരമില്ലേ? സബ്സ്ക്രൈബ് ഉണ്ട്, അതേ രീതിയിൽ ലൈക്ക് തന്നൂടെ? ഇതിനെങ്കിലും ഞാൻ ഒരു കൊച്ചുകുട്ടിയില്ലേ, ഇതിനെങ്കിലും നല്ല ലൈക്ക് തരണേ. പിന്നെ നമ്മൾ പാലുകാച്ചിൻ്റെ കാര്യത്തിലേക്ക് പോവാം. പാല് തിളച്ചൊക്കെ തൂവുന്നതൊക്കെ നിങ്ങളെ കണ്ടിരുന്നല്ലോ. അതേപോലെ പാല് ഒന്നുകൂടെ അതേപോലെ നോക്കിയേ. ഇത് അരി വെന്തോ നോക്ക്. അരി വെന്തോ നോക്കുകയാണ് അമ്മമ്മ. നമ്മുടെ കൈയൊക്കെ പൊള്ളും. അരി വെന്തില്ല ഗൈസ്. എനിക്ക് പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് പോയാൽ കൊള്ളായിരുന്നു. പിന്നെ എനിക്ക് കൈ വേനെടുക്കുന്നത് ഞാൻ എടുത്ത് ഇവിടെ വെക്കുകയാണ്. ഇത് കണ്ടോ? അമ്മ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ തീരും കേട്ടോ. ഞാനിപ്പോൾ ഈ ചിലപ്പോൾ തന്നെ ഇടയ്ക്ക് വീഡിയോ തീരും. നിങ്ങൾക്ക് അറിയാതെ ഓക്കെ. അമ്മ ഞാൻ കാര്യം പറ ചുമ്മായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ. അമ്മയുടെ പേരെന്തോന്ന് പറ. അമ്മമ്മയുടെ പേര് പ്രസന്ന. നമ്മുടെ പേര് പ്രസന്ന കാണാം. എൻ്റെ അമ്മയുടെ അമ്മയാട്ടോ. എൻ്റെ അമ്മയുടെ പേര് അറിയായിരിക്കും പ്രഭ. ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇട്ടില്ലായിരുന്നു ഒരു വീഡിയോ. അമ്മയുടെ പേര് പ്രഭ, അച്ഛൻ്റെ പേര് വിനീത്, ചേട്ടൻ്റെ പേര് വൈഷ്ണവ്, എൻ്റെ പേര് വൈദേഹി. പിന്നെ ഇതാണ് എൻ്റെ പ്രസന്നാവുമ്മ. പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറേ പേർക്ക് ഇതൊക്കെ ലൈക്ക് ചെയ്തു. പിന്നെ വാഴ 2 കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ വന്നതും ലൈക്ക് വന്നതും. 24 ലൈക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 50 ലൈക്ക് ഇതെനിക്ക് തരാമോ പ്ലീസ്? ഞാൻ പറയാം. 50 ലൈക്ക് തരുന്നവര്